മോനൈസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ പഴയത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് മുൻപോട്ട് വിടുക. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു റെസിപ്പിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നോക്കാം ഇതെന്താ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇന്ന് ചുട്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ബിരിയാണി കഴിക്കണമെന്നൊരു മോഹം. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് ഈ നേരത്തെ ഇരുന്നായിരുന്നുകൊണ്ട് ചെറുതായിട്ട് മുറിച്ച ചിക്കനാണ് ഇരിക്കുന്നത്. അപ്പം ഇതിന് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ വലിയ വലിയ പീസ് ചിക്കൻ വേണം. അപ്പം ഇന്ന് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം അതിന് ആദ്യമേ നമുക്ക് എന്ത് വേണമെന്ന് അറിയാം, കുറച്ച് ഉള്ളി സവാള എടുത്തിട്ടുണ്ട്, ഇച്ചിരി സിംല മിർച്ച് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് 2 സിംല മിർച്ചുണ്ട്, ഇത് 3 മീഡിയം സൈസ് സവാളയാണ്. അപ്പം നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ആദ്യമേ. അപ്പം നമുക്ക് ഇത് അരയ്ക്കുമ്പം ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ചെറിയ ജീരകം കൂടെ അരച്ചെടുക്കണം. അതിന് ഏതാണ്ട് ഈ ചെറിയ സ്പൂണിന് 1 സ്പൂണ് ജീരകം കൂടി ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ അരയ്ക്കാം. അപ്പം നമ്മളിതിൻ്റെ നമ്മുടെ ഉള്ളിയും സിംല മിർച്ചും കൂടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതങ്ങ് ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ ആക്കില്ല, ഒരു തരിതരിപ്പായിട്ട്. അത് നമ്മുടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിന് കുറച്ച് മസാലകൾ വേണം, അതിടാം. അപ്പം അതിന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ഇതിൻ്റെ ആവശ്യം കുറച്ചിട്ടാൽ മതി. പിന്നെ നമ്മൾ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 സ്പൂണ് ഇടുന്നുണ്ട്. ഈ സ്പൂണാണ്. 1 കിലോ ചിക്കനും ഉണ്ട്. 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ നമ്മൾ കുരുമുളക് പൊടി അതുകൊണ്ട് ഇതിന് ചെറിയ സ്പൂണ് 1 സ്പൂൺ. പിന്നെ നമ്മുടെ ക്രഷ് ചെയ്ത മുളക്, അതും ഇതിന് ഒരു 1.5 സ്പൂൺ. പിന്നെ ഞാൻ ഇച്ചിരി മാഗി മസാല ഇടുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. ഈ മാഗി മസാല ഇട്ടാൽ അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ട് ഈ 10 രൂപയുടെ ഒരു ചെറിയ പാക്കറ്റാണ് അതായിരുന്നത്. പിന്നെ നമ്മൾ കിച്ചൺ കിങ് മസാല ഇടുന്നുണ്ട്. അത് വേണ്ട ഇതിന് 1 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പില്ലാത്ത കാര്യമുണ്ടോ. അപ്പം ഇത് നല്ലോണം ഇളക്കി ഇതിലെല്ലാം പിടിപ്പിക്കണം ചിക്കൻ. ഞാൻ കൈയിട്ട് തന്നെ ഇളക്കി നല്ലോണം ചിക്കനെ പിടിപ്പിക്കും. അപ്പം നമ്മുടെ ചിക്കനിലെല്ലാം മസാല നല്ലവണ്ണം പുരട്ടിയിട്ടുണ്ട്. ഇതിനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു അരമണിക്കൂർ ഈ മസാല ചിക്കനെ പിടിക്കാനായിട്ട് ഇങ്ങനെ അരമണിക്കൂർ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പണി. അപ്പം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള അരി വേവിക്കണ്ടേ. അപ്പം ഞാൻ അരി വേറെ വേവിച്ചെടുത്തിട്ടാണ് ചിക്കൻ ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണോ, അതിനകത്ത് ഇച്ചിരി സാധനങ്ങളൊക്കെ വേണം. അരി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 3/4 കിലോ അരിയുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ബേ ലീഫ്, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക 2 ചെറുതും വലുതും, പിന്നെ കുറച്ച് കുരുമുളക് സാബൂത്ത്, പിന്നെ നമ്മുടെ തക്കോലം, ഇത്രയും ഈ അരിക്കകത്ത് ഇടുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഉണക്ക നാരങ്ങ വേണം. അത് നമ്മുടെ കയ്യിൽ ഉണക്ക നാരങ്ങ ഇല്ലായിരുന്നു, നമ്മളിത് പച്ച നാരങ്ങ ഇടുന്നത്, അതും കൂടി ഇടുന്നു. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, അത് കുറച്ച് ഇട്ടാൽ മതി. ഇവിടെ ഇട്ട് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുത്തോണ്ട് വരട്ടെ. നമ്മുടെ ചിക്കനെല്ലാം നമ്മൾ മസാല പരട്ടി വെച്ചിട്ട് അരമണിക്കൂറിൽ കൂടുതലായി. ഇത് എത്ര നേരം വയ്ക്കുക അത്രയും നല്ലതാണ്, മസാല വരണ്ടിരിക്കും. അപ്പോൾ നമ്മളെ ഇതിനകത്ത് നമുക്കൊരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് നല്ലവണ്ണം പുരട്ടി കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ ഇച്ചിരി നെയ്യ് ഇടുന്നുണ്ട്. പിന്നെ ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കുന്നുണ്ട്, കുറച്ച് മതി. ഇത് നമ്മൾ ആ മസാല പുരട്ടി വെച്ചപ്പം
എണ്ണ ഒഴിച്ചിരുന്നാലും നല്ലതാണ്. ഞാൻ പക്ഷെ അന്നേരം അത് ഇടാൻ മറന്നു പോയതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ മസാല എല്ലാം കൂടി ഇതിൽ ഒന്നുകൂടി ഇങ്ങനെ പിടിപ്പിച്ചെടുക്കണം. ഇനി നമ്മളിത് ഒന്ന് പകുതി വേവിച്ചെടുക്കണം ഈ ചിക്കൻ നമുക്ക്. പിന്നെ നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്യും. അപ്പം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ ഈ ചിക്കൻ വേകുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം കിട്ടും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, അത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ചോറ് പകുതിയെ വേവിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ആ ചിക്കനും എല്ലാം കൂടെ ചോറ് ആ വെള്ളം എല്ലാം കൂടെ ചോറിനകത്തിട്ട് എടുത്ത് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വെന്ത് വരട്ടെ എന്നാൽ. അപ്പം നമ്മുടെ ചിക്കൻ വേണ്ട റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല അടിപൊളി സാധനം. നോക്കി ഇങ്ങനെ കൂട്ടാനും പറ്റും. അപ്പോൾ ഇതെല്ലാം ചിക്കനെല്ലാം നല്ല ഒരു 75-80% വെന്തു. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായി. ഇനി നമുക്കിതെടുത്ത് വറുത്തെടുക്കണം ഇതിൻ്റെ പീസ്. ഇതിൻ്റെ ഗ്രേവി നമുക്ക് ചോറിലേക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചോറും വേണ്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കി പണി ചെയ്യാം. അപ്പം നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ചിക്കൻ പീസ് ഓരോന്നായിട്ടെടുത്ത് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായെന്ന് നോക്കട്ടെ. ചൂടായി. അപ്പോൾ നമുക്ക് ഹെലികോപ്റ്റർ അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം നമ്മൾ തന്നെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ആ ചിക്കൻ വേവിച്ച ഗ്രേവി ഇവിടുണ്ട്. ചോറും വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വേറൊരു പാത്രത്തിനകത്തോട്ടാക്കുവാണ്. കടായി വെച്ചു. നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം അതിനകത്ത്. അപ്പം നമ്മുടെ നെയ്യെല്ലാം ചൂടായി. അപ്പം നമ്മൾ ആദ്യമേ അതിനകത്തോട്ട് കുറച്ച് ഗ്രേവി ഒഴിക്കുക. ഇനി നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കണേ. പിന്നെ നമുക്ക് ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ പീസ് ഇപ്പം ഇടുന്നില്ല, ലാസ്റ്റിലായിരുന്നു. ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാൻ നോക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ്. നമ്മുടെ അടുത്ത് മല്ലിയില ഇരിപ്പില്ലായിരുന്നു. കാരണം ഇത് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതല്ലേ, അതുകൊണ്ട്. അപ്പം നമ്മുടെ ഗ്രേവി ചോറുമായിട്ട് ഞാനതൊരു 3 ലെയർ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്കതിൻ്റെ ഒരു ലെയറിൽ ഇനിയും കുറച്ച് ചിക്കൻ വെച്ച് കൊടുക്കാം. ഹെലികോപ്റ്റർ നടത്തിയിരുന്നോ? ഇവിടെ എല്ലാവരും അതിന് കാലിന് ഹെലികോപ്റ്റർ എന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് ഒരു ലെയർ ചോറ് കൂടിടാം. ചിക്കൻ തന്നെയുള്ള ഇതിൻ്റെ. ഇനി അതിൻ്റെ പുറത്തും കൂടെ നമുക്ക് ഇതെടുക്കും ചിക്കൻ. അതിൻ്റെ പുറത്ത് നമുക്കൊരു ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, എല്ലാം ഒത്തിരി. അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് എടുത്ത് മിക്സ് ചെയ്ത് ഇതിനി ഒന്ന് സെർവ് ചെയ്യണം. വാ, നല്ല മണമൊക്കെ വരുന്നുണ്ട് മസാലയുടെയും
ഇതിനകത്ത് നമ്മൾ കിച്ചൺ കിങ് മസാലയും മാഗി മസാലയൊക്കെ ഇട്ടില്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ കാണിക്കാമേ. അപ്പം നമ്മുടെ സ്പെഷ്യൽ മസാല ബിരിയാണി, ചിക്കൻ ബിരിയാണി നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി. ഇതിൻ്റെ കൂടെ ഞാൻ ചില മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, പിന്നെ ഒരു പപ്പടം, നമ്മൾ ഇച്ചിരി ഇതിൻ്റെ കൂടെ ഇച്ചിരി തൈര് ചല്ലാസം ഉണ്ടാക്കി അത്. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ചിക്കൻ ബിരിയാണി. ഇതൊന്നും ഇല്ലാതെ എന്തോ നേരത്തെ പ്ലാൻ ചെയ്യാതെയും ഒക്കെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അടിപൊളി സാധനം. പക്ഷെ ഒരു കാര്യം, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ ഈ ചിക്കൻ പീസ് വലിയ പീസായിട്ട് എടുക്കണം. ഇവിടെ നമ്മൾ നേരത്തെ വാങ്ങിച്ച് വെച്ചിരുന്ന ചിക്കൻ ആയതുകൊണ്ട് ചെറിയ ചെറിയ പീസാണ്, വലിയ പീസ് എടുക്കണം. അപ്പോൾ ഒന്നും കൂടെ അടിപൊളിയാകും. അപ്പം നിങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ മുൻപോട്ട് വിടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.